إلى يوم القيامة من إله غير الله من إله غير الله يأتيكم بضياء أفلا تسمعون قل رأيتم إن جعل الله عليكم النهار سرمدا إلى يوم القيامة من إله غير الله يأتيكم بليل تسكنون فيه أفلا تبصرون اتقوا الله عباد الله അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണേ എന്ന് എന്നോടുന്ന പോലെ നിങ്ങളോരോരുത്തരെയും ബോധ്യപ്പെടുത്തുകയാണ്, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തിയാൻ കഴിയുന്നതാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും നൽകി അവരെയും നമ്മയും അവന്റെ സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നതാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി നമ്മൾ സംസാരിച്ചു വരുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ സാമൂഹികമായി ഓർമ്മപ്പെടുത്താനാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചുറ്റും ഉള്ള പ്രപഞ്ചത്തിലുള്ള വിവിധ വസ്തുക്കൾ, ഈ പ്രപഞ്ചം അതിന്റെ വ്യത്യസ്ത തരത്തിലുള്ള കാലാവസ്ഥാ വ്യത്യാസങ്ങൾ, രാത്രിയും പകലും എന്നിങ്ങനെയുള്ള വ്യത്യസ്ത കാര്യങ്ങളെ അല്ലാഹു ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് വൈഭവത്തുണ്ട്, കാരണമുണ്ട്, ആയുസ്സുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. ചിന്തിക്കുന്നവർക്ക് അല്ലാഹുവിനെ കണ്ടെത്തുന്നതിനുള്ള വ്യക്തമായ തെളിവുകളുണ്ട് എന്നൊക്കെ അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട്. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. എങ്ങനെ ചിന്തിക്കുന്നവർ കിടന്നും ഇരുന്നും നടന്നും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പരസ്പരം ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ വക്തിലാമിന്റെ ഉറഞ്ഞ രാപ്പകലുകൾ മാറി മാറി വരുന്നത് ഇപ്പോ പകലാണ്, കുറച്ചു കഴിയുമ്പോൾ രാവാകുന്നു, രാത്രിയാകുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും പകലിലേക്ക്, പകൽ വെളിച്ചത്തിലേക്ക് പന്നഹാരില്ലാത്തതല്ല. രാത്രി അത് പ്രകാശിച്ചു വരുമ്പോ രാത്രി അത് ഇരുട്ട് അഴിഞ്ഞു വരുമ്പോ അതുകൊണ്ടൊക്കെ പടച്ചവൻ വിളിച്ച് സത്യം ചെയ്യുന്നുണ്ട്. പടച്ചവന്റെ ദൃഷ്ടാന്തമാണ് അടയാളം പകല് എന്നുള്ളത്, രാത്രി എന്നുള്ളത്. ആ രാത്രി ഇരുട്ട് കൂടി കൂടി വരുന്ന അങ്ങനെ കൂടിയിരുട്ടിലേക്ക് വന്ന് വീണ്ടും ആ ഇരുട്ടിന്റെ ശക്തി കുറഞ്ഞ് പകലിലേക്ക് പോകുന്ന, പകലിലേക്ക് കടന്നു വരുന്നതിന് ശേഷം പകലിന്റെ ശക്തി കൂടി കൂടി വരുന്ന, ചൂടിന്റെ ശക്തി കൂടി കൂടി വരുന്ന, വെളിച്ചത്തിന്റെ പ്രകാശത്തിന്റെ ശക്തി കൂടി കൂടി വരുന്ന, വീണ്ടും വരെ അങ്ങനെ കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ആ സംഭവങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ? ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. ഖുർആനിലെ ഒരു ചോദ്യമാണ് നിങ്ങൾ ഞാൻ ഓടിക്കേൽപ്പിച്ചത്. സൂറത്തിലെ പക്കത്തിലെ 71, 72 വാക്യങ്ങൾ പരിശോധിക്കുക. പറയുക ജനങ്ങളോട്, ചോദിക്കുക ജനങ്ങളോട്,
ആരായിട്ടും നിങ്ങളെന്ത് പറയുന്നു, നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങൾക്ക് ശരിയാണെന്ന് നിങ്ങളുടെ തീരുമാനം എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും സ്വാധീനമുണ്ടോ? രാത്രിയെ അള്ളാഹു കർമ്മതാക്കിയാൽ, രാത്രിയെ അള്ളാഹു കർമ്മതാക്കിയാൽ കർമ്മതൻ എന്ന് പറഞ്ഞ സ്ഥിരമാക്കി ഒരിക്കലും അവസാനിക്കാത്ത രാത്രിയാണ്. കാലാകാലം നിങ്ങൾ ഇരുട്ടിലാണ്, സൂര്യനിലാണ്, നിങ്ങളുടെ പ്രകാശമില്ല, നിങ്ങൾക്ക് ലോകം കാണാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ആളുകളെ കാണാൻ കഴിയുന്നില്ല. എവിടെ പോയാൽ നിങ്ങൾക്ക് വെളിച്ചം വേണം, വെളിച്ചമില്ലാതെ ടോർച്ചില്ലാതെ ലൈറ്റില്ല, നിങ്ങളുടെ കൈകളിലുള്ള ലൈറ്റില്ലാതെ വെളിച്ചമില്ലാതെ നിങ്ങൾക്ക് ഈ ലോകം കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ആക്കിയാൽ കർമ്മതൻ, രാത്രിയെ നിങ്ങൾക്ക് കർമ്മമാക്കിയാൽ, അതിനെ സ്ഥിരമാക്കിയാൽ, ഏതുവരെ എന്നറിയാമോ? ഖിയാമത്ത് നാൾ വരെ പകലില്ല, ഖിയാമത്ത് നാൾ വരെ വെളിച്ചമില്ല. നിങ്ങളെല്ലാവരും സൂര്യത്തിലാണ്. മൻഇലാഹുൻ ഗൈറുല്ലാഹ്, മൻഇലാഹുൻ ഗൈറുല്ലാഹ്, അല്ലാഹുവല്ലാതെ നിങ്ങളെല്ലാം മനസ്സിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ സഹായം തേടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ദൈവമാണെന്ന് പറയുന്ന, ഇലാഹാണെന്ന് പറയുന്ന ആരാണ് നിങ്ങൾക്ക് സഹായം ചെയ്യാനുള്ളത്? മൻഇലാഹുൻ ഗൈറുല്ലാഹ്, യഅ്തീകും, നിങ്ങൾ കൊണ്ടുവരുന്നവരാണുള്ളത്. വെളിച്ചം, പ്രകാശം, നിങ്ങൾക്ക് പ്രകാശം തരാൻ ആരാണുള്ളത്? കേൾക്കുന്നില്ലേ? പറഞ്ഞ കേട്ടില്ലേ? ചോദ്യം മനസ്സിലാവില്ലേ? അപരാധസ്മാവും നിങ്ങളെന്താ കേൾക്കുന്നില്ലേ? നിങ്ങൾ രാത്രി ഇറങ്ങുന്ന, രാത്രി സുഖമായി ഇറങ്ങുന്ന, നിങ്ങൾക്ക് വിശ്രമിക്കുവാനുള്ള, പകലിന്റെ പ്രയാസങ്ങൾ മറക്കാനുള്ള, ജോലി കഴിഞ്ഞു വന്ന് അതിലനുസരിച്ച പ്രയാസങ്ങൾ മറന്നുകൊണ്ട് വിശ്രമിച്ചുകൊണ്ട് കിടന്നുറങ്ങാനുള്ള ഒരു സമൂഹമാണ് രാത്രി എന്നുള്ളത്. ആ രാത്രിയിൽ നിങ്ങളെല്ലാം മറക്കുന്നു, നിങ്ങളെല്ലാം മറച്ചു പിടിക്കുന്നു, നിങ്ങൾക്കെല്ലാം ഒളിച്ചു വെക്കാൻ കഴിയുന്നു, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ മറക്കാൻ കഴിയുന്നു, നിങ്ങൾ ഒരുപാട് സംഗതികൾ ഒളിച്ചു വെക്കാൻ കഴിയുന്നു രാത്രിയെക്കൊന്നും. ആ രാത്രിയെങ്ങാൻ കർമ്മകായിരുന്നുവെങ്കിൽ, ആ രാത്രിയെങ്ങാൻ സ്ഥിരമായി എങ്ങനെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ, നിങ്ങൾക്ക് വെളിച്ചം തരാനായിരുന്നു. അപരാധസ്മറവും നിങ്ങൾ കേൾക്കുന്നില്ലേ? അടുത്ത ചോദ്യം ആരായിരിക്കും? വീണ്ടും ജനങ്ങളോട് ചോദിച്ചു, പ്രവാചകരെ, പകലിനെ അള്ളാഹു കർമ്മമാക്കിയാൽ, പകലിനെ അള്ളാഹു സ്ഥിരമാക്കിയാൽ പിടിക്കുന്നില്ല, അതിനൊരു മൂവ്മെന്റില്ല, അതിനൊരു അത് നീങ്ങുന്നില്ല, ആ പകൽ കഴിഞ്ഞു പോകുന്നില്ല, പകൽ അവസാനിച്ചു പോകുന്നില്ല. പകൽ തന്നെയാ, ചൂട് തന്നെയാണ്, ആ വെളിച്ചം തന്നെയാണ്. നിങ്ങൾക്കൊന്ന് കണ്ണടച്ച് മയങ്ങുവാനുള്ള ഒരു ഇരുട്ട് നിങ്ങളുടെ മുമ്പിലില്ല. എവിടെയും പ്രകാശമാണ്, കത്തിച്ചേരിക്കുന്ന ചൂടാണ്, തീയാണ്. ആ സൂര്യന്റെ ചുവട്ടിലാണ്. എവിടെയാണോ സൂര്യനുള്ളത് അവിടെയൊന്നും നിങ്ങൾ നീങ്ങുന്നില്ല, അതിന്റെ ചുവട്ടിൽ തന്നെയാണ്. കാരണം സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്ന് വിചാരിക്കുക, ഭൂമി കറങ്ങുന്നില്ല, ഭൂമി സഞ്ചരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കുക. നിങ്ങൾ പറയുന്നു ഭൂമി കറങ്ങുന്നത് കൊണ്ട്, അതിന്റെ ഭ്രമണം നടക്കുന്നത് കൊണ്ട്, പരിക്രമണം നടക്കുന്നത് കൊണ്ട് ഒക്കെയാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. കാലാവസ്ഥമായി വരുന്നത്, വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷെ ആത്യന്തികമായി ചിന്തിക്കുക, ഇതാരുടേതാണ്? ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിക്കുകയും രാത്രിയും പകലുമൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതിൽ ചിന്തിക്കണം കേട്ടോ, ദൃഷ്ടാന്തങ്ങൾ കേട്ടോ. ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ ദൃഷ്ടാന്തങ്ങൾ കേട്ടോ എന്ന് അള്ളാഹു പഠിപ്പിക്കാണ്. ഇവിടെ ചോദിച്ചതാണ്, പകലും അവസാനിക്കാത്ത പകലാണ് എന്ന് വിചാരിക്കുക എങ്കിൽ ഖിയാമത്ത് നാൾ വരെ അവസാനിക്കാത്ത പകൽ
മൻജിലാഹും അല്ലാഹുവല്ലാതെ വേറെ ഇലാഹാണ്, വേറെ ആരാധ്യനാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളത്. വസ്തുണ്ടോ, കുർബാനുണ്ടോ, യഹോവയുണ്ടോ, നസ്റുണ്ടോ, ലാത്തയുണ്ടോ, മനാത്തയുണ്ടോ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാന്മാരുടെ പ്രതിഷ്ഠകളുടെ രൂപങ്ങളുണ്ടോ, മക്കളുണ്ടോ, ആരാണ് നിങ്ങൾക്ക് ഈ കൊണ്ടുവരാൻ ഒന്ന് തരാനുള്ളത്? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആന്റെ ചോദ്യം. നിങ്ങൾക്ക് ശാന്തമായി ഉറങ്ങാൻ കഴിയുന്ന, നിങ്ങൾക്ക് ശാന്തത തരാൻ കഴിയുന്ന ഒരു രാത്രിയെ കൊണ്ടുവരാൻ ഈ ലോകത്ത് ആരുണ്ട്? അപലാസുഖിച്ചും നോക്കുന്നില്ലേ? നിങ്ങളുടെ കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? വിചാരിക്കാൻ നിങ്ങളുടെ ഉൾക്കാഴ്ചയോടുകൂടി കാര്യങ്ങൾ കാണാൻ നിങ്ങൾക്ക് കാണുന്നില്ലേ എന്ന് വേണ്ട ചോദ്യം. കാണണം. കാരണം പറഞ്ഞത് കണ്ണവത്തനും കണ്ണു കാണുന്നവരും തുല്യരല്ല കേട്ടോ. ആണോ? കണ്ണു കാണുന്നവരും കണ്ണില്ലാത്തവരും തുല്യരാണോ? നിങ്ങൾക്ക് കണ്ണുണ്ട്. കണ്ണില്ലാത്ത യാതൊരു കാണുന്നുണ്ടോ? രാത്രിയുണ്ടോ? പകലുണ്ടോ? അവരുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ ചോദ്യമാണ്. അവരുടെ മുമ്പിൽ വെളിച്ചമുണ്ടോ, ഇരുട്ടുണ്ടോ? അവരുടെ മുമ്പിൽ നിങ്ങളുടെ രൂപങ്ങളുണ്ടോ, മൃഗങ്ങളുടെ രൂപങ്ങളുണ്ടോ, പക്ഷികളുടെ രൂപങ്ങളുണ്ടോ, മറ്റേതെങ്കിലും വസ്തുക്കളുടെ അരവുണ്ടോ, ഗന്ധമുണ്ടോ? അവരുടെ മനസ്സുകളിലേക്ക് തന്നെ വല്ലതും കടന്നു വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അന്ധനും കണ്ണു കാണുന്നവൻ ഒരിക്കലും തുല്യമല്ല. വരം പെരുമാറ്റു വരഞ്ഞോ ഇരുട്ടും പ്രകാശവും തുല്യമല്ല. നിങ്ങൾ ഇരുട്ടിലല്ല, നിങ്ങൾ വെളിച്ചത്തിലാണ്. ആളുകൾ ഇരുട്ടിലാണ്. അവർക്ക് ഖുർആനില്ല, അവർക്ക് വെളിച്ചം നൽകാനില്ല. നിങ്ങളുടെ മുന്നിൽ വെളിച്ചമുണ്ട്. അന്നൂർ അൽ ഖുർആൻ, അന്നൂർ അൽ ഹിദായ, അന്നൂർ. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ മുമ്പിലെ വെളിച്ചല്ലേ? നിങ്ങൾ വെളിച്ചത്തിലൂടെയാണ് നീങ്ങുന്നത്. ഇരുട്ടും വെളിച്ചവും തുല്യമല്ലല്ലോ. നിങ്ങളിപ്പോൾ തൊഴിലാണ്, തണലില. ഈ ഒരു പള്ളിയുടെ മസ്ജിദിന്റെ തണലിലാണ് നിങ്ങൾ. വയൽ ഹറോർ, ചൂടും താനും തുല്യമല്ലല്ലോ. ചൂടും താനും തുല്യമാണ്. അല്ല, ചൂടിലൂടെ നടക്കുന്നവൻ, അതിലൂടെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നവൻ, വിയർപ്പിൽ കുളിച്ചുകൊണ്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നവൻ, ഒരിക്കൽ തണൽ ലഭിക്കാൻ ഒരു ലവലേശം ഏതെങ്കിലും ഒരു മരത്തിന്റെയോ ഒരു പെഞ്ചിന്റെയോ എന്തെങ്കിലും ഒന്നിന്റെ മറവിലേക്ക് മാറി എന്നുകൊണ്ട് അതിന്റെ തണൽ ലഭിക്കാൻ അവന് സാധിച്ചാൽ അവന്റെ മനസ്സിനൊരു സന്തോഷമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പുറത്തേക്ക് ഇറങ്ങി. കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്ത് നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പരസ്പരം എല്ലാവരും സംസാരിക്കുമ്പോൾ എന്താ പ്രവാചകനെ പുറത്തേക്ക് ഇറങ്ങിയത്? വിശപ്പ് കൊണ്ടാണ് ഞാൻ വന്നത്. അബൂബക്കറെ താങ്കൾ എന്താ വന്നത്? പ്രവാചകനെ അരിഞ്ഞോ, വിശപ്പ് കൊണ്ടാ പുറത്തേക്ക് ഇറങ്ങിയത്. എന്താ ഉമ്മേ താങ്കൾ ഈ സമയത്ത് ഇവിടെ കാണാനുള്ള കാരണം? പ്രവാചകരെ വിശപ്പ്. 3 പേരും വിശപ്പ് കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ആരെങ്കിലും തങ്ങൾ വിളിച്ചുകൊണ്ടുപോയി ഒരു നേരത്തെ ഭക്ഷണം തരാനുണ്ടോ എന്ന് നോക്കിക്കൊണ്ടായിരിക്കണം അവർ പുറത്തേക്ക് ഇറങ്ങിയത്. അവർക്ക് വേണ്ടി അൻസാരി അവരെ 3 പേരെയും തിരിച്ചു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഒരു ആടിനവർക്ക് ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നീട് നിങ്ങളോട് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യും. പിന്നീട് നിങ്ങളോട് നിങ്ങൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും കേട്ടോ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹങ്ങളോടെ വിളിക്കുകയാണ്. ചൂടുള്ള ദിവസം നിങ്ങൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമുണ്ടല്ലോ, അതേപോലെ നിങ്ങൾ അനുഭവിക്കുന്ന
അഞ്ചിന്റെയും അൽ അഹ്ജാരി വൽ അഹ്ബിയത്തി വദ്ദിയാർ മിലാലിൽ അഹ്ജാരി വൽ അഹ്ബിയത്തി വദ്ദിയാർ വീടുകളുടെയും മരങ്ങളുടെയും തെങ്ങുകളുടെയും ഒക്കെ തണലുകളുണ്ടല്ലോ. നിങ്ങളൊരു തീരെ വിശ്രമിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന ആ തെങ്ങുകളുടെ തണലുണ്ടല്ലോ, ആ നിഴലുണ്ടല്ലോ, ആ നിഴലുകൾ, ആ തണലുകൾ നെല്ല് എന്ന് പറയുന്നത് അത് അനുഗ്രഹമാണ്. ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളത് കാര്യമില്ലേ? മരുഭൂമിയിലോ നാട്ടുപോകുമ്പോ ഒരു ചെറിയ മരം കണ്ടില്ല അവിടെ, ആ മരത്തിന്റെ തണലിൽ നിങ്ങൾ എഴുത്തിന് നേരം തമ്മിയില്ലേ ചോദിക്കുന്നു. നമ്മൾ പുറത്തു നിന്ന് ചൂടേറിയ പുറത്തു നിന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കിട്ടി, ഒന്ന് മുഖം കഴുകി, നമുക്ക് കിട്ടിയ സന്തോഷമല്ലേ? അതിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുക. തുല്യമല്ല പല എടുത്തവരായി വർദ്ധിക്കുന്നത്. കണ്ണുള്ളവനും കണ്ണില്ലാത്തവനും തുല്യമല്ല. വലമുലമാക്ക് വലഞ്ഞൂറ് ഇരുട്ടും പ്രകാശവും തുല്യമല്ല. അല്ലാഹുവിന്റെ വാക്യങ്ങളാണ് ഞാൻ യോകുന്നത്. വലം നെല്ലുന്നവരെ തണലും ചൂടും തുല്യമല്ല കേട്ടോ. ഒമായത്തതില്ല അറിയാവുമല്ല. അതേപോലെ ജീവിച്ചിരിക്കുന്നവരും മരിക്കുന്നവരും തുല്യമല്ല കേട്ടോ. മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കഴിവുകൾ നിലനിൽക്കുകയാണെന്നും അവ മഹാന്മാരാണെന്നും എന്നിട്ട് അവരോട് ചോദിക്കാമെന്നും പറയാമെന്നും അവരോട് പ്രാർത്ഥിക്കാമെന്നും പറയുന്നത് എന്തുമാത്രം വിഡിത്തമാണ് ജനങ്ങളെ. പടച്ചവനോട് പറയേണ്ടതിന് പകരം പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇൻജഅലല്ലാഹു അലൈക്കും നാറമദൻ, നിങ്ങൾക്ക് ഈ പറയുന്നതിൽ സ്ഥിരമായി നിർത്തിയാൽ, അല്ലെങ്കിൽ ഇൻജഅലല്ലാഹു അലൈക്കും ലൈലതമദൻ, ഈ രാത്രി നിങ്ങൾക്ക് സ്ഥിരമായി ഇരുന്നാൽ ഒരു വെളിച്ചം കൊണ്ടുവരാൻ, നിയാൽ കൊണ്ടുവരാൻ നിങ്ങളുടെ മുമ്പിലാണുള്ളത്. അതേപോലെ പകൽ നിങ്ങൾക്ക് സ്ഥിരമായിരുന്നാൽ നിങ്ങൾക്ക് രാത്രി കൊണ്ടുവരാൻ ആരാണുള്ളത്? ഖുർആന്റെ ചോദ്യമല്ലേ? അവിടെയാണ് ഈ ചോദ്യങ്ങൾ, അവിടെയാണ് ഈ താരതമ്യ പഠനം നടത്താൻ പറഞ്ഞത്. എന്തൊക്കെയാ താരതമ്യമുള്ള പഠനം നടത്തേണ്ടത്? ഇവിടെ ആനന്ദ പെണ്ണമുണ്ട്, രാത്രിയിലും പകലുമുണ്ട്, സൂര്യനും ചന്ദ്രനുമുണ്ട്, ആകാശവും ഭൂമിയുമുണ്ട്, കണ്ണുപൊട്ടനും കണ്ണു കാണാത്തവനുമുണ്ട്, വെളിച്ചവും ഇരുട്ടുമുണ്ട്, അതേപോലെ വില്ലും ഹറവുമുണ്ട്, അതേ ചൂടുമുണ്ട്, തലമുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ പഠനത്തിന് വിധേയമാകട്ടെ എന്ന് അല്ലാഹു പഠിപ്പിക്കുക, ചിന്തിക്കുക. പഠിത്തവന്റെ ആയത്തുകളിലെ ദൃഷ്ടാന്തങ്ങൾ നമ്മളെ ഈമാനികമായി നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സൂചനകളാണ്. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി മുഹമ്മദിൻ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി ദവിൽ ഫദ്ലി വൽ വഖാർ. അമ്മാ ബഅദ് ഉസീകും വയ്യാ റബ്ബന തഖവല്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളനുസരിച്ച് കൊണ്ട് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഈ ഭൂമികൾക്ക് സൃഷ്ടിച്ച ഏതൊരു വസ്തുവിനും തണലുണ്ട്, തണല് കാണാം, നേര് കാണാം. ഏതെങ്കിലും മരങ്ങളുടെയോ പർവ്വതത്തിന്റെയോ മുകളിലൂടെ നിങ്ങൾ നടന്നു പോവുകയാണ്. അവിടെ നിങ്ങൾക്ക് തണല് കിട്ടാൻ അവിടെ ഏതെങ്കിലും കൊത്തുകളുണ്ടാകും, മാളങ്ങളുണ്ടാകും, ഏതെങ്കിലും തരത്തിൽ കല്ലുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് താഴ്ന്ന് നിങ്ങൾക്ക് തണൽ ലഭിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും. നിങ്ങൾക്ക് വസ്ത്രങ്ങൾ നൽകി, ചബീക്കും അൽ ഹറ, ചൂടിനെ തടുക്കാൻ ആ വസ്ത്രത്താല് നിങ്ങൾക്ക് രക്ഷകിട്ടും. വേറെത്തിലെ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് നൽകി, ചബീക്കും ഭവിഷ്യത്തും ശത്രുവിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഏൽക്കാതിരിക്കാനുള്ള പരിചയായി രക്ഷയായി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള വസ്ത്രങ്ങൾ നൽകി. കദാലിക യുത്തിമ്മ നിഅമതഹു അലൈക്കും, ഇതേപോലെ അല്ലാഹു നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരുന്നുണ്ട്. ലഅല്ലക്കും തുസ്ലിമൂൻ, നിങ്ങൾ ഓരോരുത്തരും അല്ലാഹുവിന്റെ കീഴിൽ ജീവിക്കണം എന്നൊക്കെ പരസ്പരം അവന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് സുരക്ഷ എന്നാണ്, നിങ്ങളുടെ ശരീരത്തിന് സുരക്ഷ, നിങ്ങളുടെ മറ്റെല്ലാ രംഗത്തും നിങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള അനുഗ്രഹങ്ങൾ ഒരുപാട് അല്ലാഹു ഇവിടെ വിധാനിച്ചു തന്നിട്ടുണ്ട് എന്ന് അല്ലാഹു കദാലിക യുത്തിമ്മ
പരസ്പരന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അവർ പൂർത്തീകരിച്ചു തരികയാണ്. ഇവിടെ തണലുണ്ട്. പ്രത്യേകം വിളിച്ചു പറഞ്ഞ വിഷയം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഏതൊരു വസ്തുവിനും അള്ളാഹു തണൽ നൽകി. ആ തണലിലാണ് നിങ്ങൾ, അവിടെയാണ് നിങ്ങൾ ശുദ്ധമായി വഹിക്കുന്നത്, അവിടെയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവന്റെ എല്ലാ വേണ്ടാതകളും ചെയ്യുന്നത് അതിന്റെ ഉള്ളിൽ വെച്ചാണ്. പരസ്പരന്റെ ഈ തണലിൽ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ആലോചിക്കണം എന്ന് അള്ളാഹു പഠിപ്പിക്കാം. കാരണം തണലില്ലാത്തൊരു ദിവസമുണ്ട്, തണലില്ലാത്തൊരു ദിവസമുണ്ട്. ഏഴ് വിഭാഗം ആളുകൾക്ക് മാത്രമായി തണല് നൽകുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തേക്ക് വേണ്ടി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യുക. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലൂടെയായി വിശദീകരിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ പുറത്തു തരികയും നമ്മെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഒരു സഹോദരിയുടെ